ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം നാടകരചന ഓത്തുണ്ണി ഓച്ചന്തുരുത്ത്, ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാൽ ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം അതായത് ഈ ഞാൻ അടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി എന്തൊക്കെ മുതലാളി നീ എന്നെ ചുമന്നു കൊടുക്കും തല്ലു കൊള്ളാണെങ്കിൽ വല്ല അങ്ങോട്ട് അങ്ങോട്ട് പോ മൈക്കിലേക്ക് ഇങ്ങനൊക്കെ നാടകം ഡയലോഗ് ഓർമ്മ ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരെ ചിരിക്കുന്നു. അയ്യോ പഴം പുളിക്ക് ചിരിയിരിക്കാനല്ല പറഞ്ഞ അട്ടഹസിക്കുന്നു. എന്താ അട്ട 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 അട്ടഹസിക്കാൻ എങ്ങനെയത്? അതിവിടെ പറഞ്ഞാലും ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? എന്റെ പുള്ളിയുടെ ഫോട്ടോ എടുക്കാനില്ല. സ്റ്റിൽ അനങ്ങാതെ മകള് വരുന്നു. മകള് ഞാനാ എല്ലാം നീയാണ്. മകള് പോളന്നെയാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിട. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. 3 ആഴ്ച പറയാം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലി കിട്ടുന്ന ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളർന്ന രാജപുർ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. എടാ ഒന്ന് ആവേശത്തിൽ പറയാം. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെ നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെ നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെന്റെ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ചേച്ചിയൊക്കെ നോക്കണം. മുതലാളി മാത്രം നിന്നാ മതി. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണോ? എല്ലാം അച്ഛൻ ഇവിടെ വാഴ. എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. മുതലാളി വിളി കേൾക്കുന്നു. മീൻകാരൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാണ്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഓ ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? ഗോപി. ഓ ഗോപി. ഓ ഗോപി അല്ല പി.കെ. ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തരമൊത്ത പുട്ട അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴും
മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. ഇവിടെ തോക്ക് തോക്കെടുത്തിട്ടില്ല. ഉമ്മാര് നാടകം പൊളിക്കും. ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. ആ ആരും കണ്ടിട്ടില്ല. വീട്ടിൽ വെക്കുന്നു. മരിച്ചു വീഴുന്നു. ആ ചിരിക്കുന്നു. മകൻ ഞാനാണ് ജോലിക്ക് പൊന്നുമങ്ങളെ ഗർഭിണിയാക്കിയെന്ന് പോരാഞ്ഞിട്ട് അത് ചോദിക്കാമെന്ന് നിന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ എവിടെ പോയത്? അവിടെ ഭയങ്കര ഉറുമ്പാടെ ഉറുമ്പകടിയെ സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ ഒരു ഗർഭിണിയായി കാണുക, കുടുംബിനിയായി കാണുക. പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേ അരുതേ എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ പൊന്നു പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോടൊന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?